കരിയർ ബ്രേക്ക് ഉണ്ടാവുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തരണം ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യം ഞാൻ സെൽഫ് ലേൺ എന്ന് പറഞ്ഞപ്പോൾ വിചാരിച്ചില്ല നടക്കുന്നുള്ളത്. കാരണം ടീച്ചിങ്ങിന്റെ ഒരു സപ്പോർട്ടിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. എന്തായാലും സ്ട്രഗിൾ ചെയ്യും. ഒരു കഥ കിട്ടാത്ത പുക അടിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയായിരിക്കും. മുന്നോട്ട് പോയ ആൾക്കാർ രക്ഷപ്പെടുകയും ചെയ്യും, അല്ലാത്തൊരു ഡ്രോപ്പ് ചെയ്ത് വീട്ടിൽ പോവുകയും ചെയ്യും. അതിൽ തന്നെ ലേഡീസ് ആകുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നമുക്ക് എന്തുണ്ടാവും, മാരേജ് മുൻകൂട്ടി നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളും ഫാമിലി ചുറ്റുപാടുകളൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാതെ വരെയും അതിന് കൂടുതൽ ആൾക്കാർ എക്സ്ക്യൂസ് പറഞ്ഞിരിക്കുകയാണ് ചെയ്യാറ്. ഞാൻ ഇതുവരെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ക്രൗഡിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് പ്രസൻറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ടാസ്ക് ആയിരുന്നു. എന്നാൽ അതിന് വിപരീതമായിട്ട് കരിയർ ബിൽഡ് ചെയ്ത ഷാഹിദ ഫിറോസാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും കിട്ടില്ല. എന്തിനെങ്കിലും വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നടക്കില്ല. ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ തന്നെ ഒരുപാട് പേർക്ക് തയ്യാറെടുക്കാനുള്ളൊരു മനോഭാവം വരും. വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോഴേ പലർക്കും ഒരു സപ്പോർട്ടായി മാറും. ആ ഒരു ദിവസം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈഡേ നൈറ്റ് ഉറങ്ങാതിരിക്കും. കംപ്ലീറ്റ് ടാസ്ക് ഒക്കെ തീർത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. +2 കഴിഞ്ഞ് മാരേജ് കഴിയും. അത് കഴിഞ്ഞ് ഫാമിലി ചുറ്റുപാടുകളുടെ ഇടയിലൂടെ ഡിഗ്രി BCom അതിന് കൂടെ GNNIT കോഴ്സ് കഴിയും. പിന്നെ അത് കഴിഞ്ഞ് MCA പഠിക്കുകയും അത് കഴിഞ്ഞ് ടീച്ചിങ് മറ്റു പല ജോബുകളൊക്കെ ട്രൈ ചെയ്തു. 2 കുട്ടികളുടെ അമ്മയുമായതിനു ശേഷം പിന്നെ ബ്രോ ക്യാമ്പിൽ വന്ന് സ്കില്ല് സെറ്റ് ചെയ്ത് IT കമ്പനിയിൽ ജോബിലോട്ട് കയറിയ ഷാഹിദ, വെൽക്കം ടു ബ്രോ ടു ടൈം. താങ്ക് യു സർ. നമ്മുടെ ചാനലിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ അതേപോലെ ഒരുപാട് ടെക്നിക്കൽ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതെല്ലാം കണ്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോബിലോട്ട് കയറാൻ പറ്റും. നമ്മുടെ മറ്റുള്ള എല്ലാ വീഡിയോസും നോക്കുക, അതുപോലെ നമ്മുടെ പ്ലേലിസ്റ്റുകളും ചെക്ക് ചെയ്യുക. അതിലൊക്കെ നിങ്ങളുടെ കരിയർ രക്ഷപ്പെടുത്താനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ എക്സ്ക്ലൂസീവ് മെമ്പർ ആവാൻ നിങ്ങൾക്ക്, അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ട്യൂട്ടോറിയൽസ് കണ്ട് പഠിക്കുമ്പോൾ വരുന്ന സംശയങ്ങൾ മലയാളത്തിൽ ചോദിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ഇവന്റ്സിന്റെ ഒക്കെ പാർട്ടാവാനും പറ്റും. സോ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുക്കുക, പഠിക്കുന്നതിന്റെ കൂടെ നമ്മളെ സപ്പോർട്ട്. അതുപോലെ പലർക്കും ഉണ്ടാകും വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ വന്നിരുന്ന ഒരു 6 മാസം പഠിക്കാനുള്ള പ്രോഗ്രാം കൂടെ നമുക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. കൂടുതൽ നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ ചാനൽ കണ്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ടീം എപ്പോഴും ഉണ്ടാവും. ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും നമ്പറുകളും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവരെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുക. നമ്മുടെ ബ്രോ ക്യാമ്പിൽ ഫസ്റ്റ് ബാച്ചിൽ ഒരു അരുൺ ബായ് എന്ന് ഞങ്ങൾക്ക് വിളിക്കാറ് അരുൺ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 43 ഏജിലാണ് ബ്രോ ക്യാമ്പിലോട്ട് വന്നത്. അപ്പോൾ ആളുടെ ഞങ്ങളൊരു കോൺവെക്കേഷൻ ഇവൻ്റൊക്കെ വെച്ച സമയത്ത് ആളുടെ മകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ മകൾ 10ാം ക്ലാസ്സിലായിരുന്നു പഠിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. അതായത് അത്രയും വലിയൊരു കരിയർ ഗ്യാപ്പ് വന്നിട്ട് ഒരാൾ വരിക എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾക്ക് എപ്പോഴും എന്താ പറയുക, വലിയൊരു വാല്യൂയാണ്. അതായത് ഒരു വലിയൊരു കരിയർ ബ്രേക്ക് ചെയ്തിട്ട് ഒരാൾ വരിക എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഷാഹിദേൻ്റെ ലൈഫിൽ എത്രത്തോളം അതായത് മാരേജ് കഴിഞ്ഞിട്ട് എത്ര കാലമായി? ഇപ്പോൾ 16 വർഷമായി. ഓക്കെ. അപ്പോൾ ഇപ്പോൾ മക്കളൊക്കെ എത്ര, മൂത്ത മകളൊക്കെ എത്ര? ഓക്കെ, 2 പേര്. ഓക്കെ. അതിനിടയ്ക്ക് ഇപ്പോൾ മക്കളൊക്കെ ആയിട്ട് ഇത്രയും ലെവലിൽ അല്ലെങ്കിൽ ഒരു 6 മാസം കരിയറിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയേ? അത് ഫുൾ ക്രെഡിറ്റ് എൻ്റെ ഹസ്ബൻഡിനാണ്. പിന്നെ ഫാമിലി സപ്പോർട്ടാണ്. ഓക്കെ. എൻ്റെ ഫാമിലി ആണെങ്കിലും ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിലും പഠിക്കാൻ സപ്പോർട്ടാണ്. ഓക്കെ. അപ്പോൾ പഠിക്കാൻ ഇഷ്ടമായിരുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചാൻസ് തരും. അതിന് നമ്മൾ ഓക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ അവരും ആ ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ. ഇപ്പോൾ ഫാമിലി സപ്പോർട്ടാന്ന് പറഞ്ഞു. പക്ഷേ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഫാമിലി സപ്പോർട്ടായിരിക്കും, പക്ഷേ അവർക്ക് സമയം കിട്ടില്ല. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 1-2 വർഷം അങ്ങനെ പോകും. പിന്നെ രണ്ടാമത്തെ കുട്ടി നമ്മൾ വീണ്ടും ഒരു 1-2 വർഷം നമ്മൾ കരിയർ ഭയങ്കര ബ്രേക്കായിരിക്കും. അപ്പോൾ അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് മാരേജ് കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ തന്നെ മാരേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു 3 വർഷം ഡിഗ്രി പഠിക്കാൻ സമയം കിട്ടി. അത് കഴിഞ്ഞിട്ട് MCA പഠിക്കാൻ സമയം കിട്ടി. അതിനിടയ്ക്ക് ഒരു 5 വർഷം വർക്ക് ചെയ്തെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എല്ലാം വിട്ടൊരു 6 മാസം ഇപ്പോൾ വീട് കൊടുങ്ങല്ലൂരാന്ന് പറഞ്ഞ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മാറി എറണാകുളത്ത് വന്ന് ഒരു 6 മാസത്തെ റിസ്ക് എടുക്കുക സാധാരണ ആരും ചെയ്യില്ല. ഫാമിലീനെ ഒരുപാട് എക്സ്ക്യൂസസാണ് പറയാറ്. ഫാമിലി ഉണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, അതാണ് ഇതാണ്, കുട്ടികളുണ്ട്, മാറിക്കാൻ പറ്റൂല, അതുകൊണ്ട് എനിക്ക് വർക്ക് ഫ്രം ഹോം തരുമോ, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എക്സ്ക്യൂസസാണ് പറയുക.
അപ്പോൾ ഇതൊരു വലിയൊരു റിസ്ക് എടുത്ത് അല്ലെങ്കിൽ വലിയൊരു എഫേർട്ട് എടുത്തിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, ശരിക്കും ഇങ്ങനത്തെ ഫാമിലീസൊക്കെ ഉണ്ടോ? എനിക്ക് ഇപ്പോൾ +2 കഴിഞ്ഞപ്പോൾ +2 കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് ആ ഇയർ തന്നെ മാരേജ് കഴിഞ്ഞു. അപ്പോൾ മാരേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് സാറ് പറഞ്ഞ പോലെ കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ സാറിൻ്റെ 3 days വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതിൽ ഞാൻ ഡിഗ്രി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കൊക്കെ പഠിപ്പിക്കുന്ന ഇഷ്ടമാണ്. ഇക്കാട് ഉമ്മയാണെങ്കിലും വലിയ സപ്പോർട്ടാണ് പഠിക്കാൻ. അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് ജോയിൻ ചെയ്യാം, നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ലെവലിൽ ഡിഗ്രി BCom അടുത്തുള്ളത് പ്രൈവറ്റായിട്ട് BCom. അപ്പോൾ BCom ചേർന്നു. ആ സമയത്ത് എനിക്ക് ഒരു GNITയുടെ കോഴ്സ് അതിൻ്റെ സ്കോളർഷിപ്പിൽ സെലക്ഷൻ വന്നു. +2 എക്സാമിന് ഞാൻ അതിൽ അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ ആ സെലക്ഷനിൽ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു BCA എന്നുള്ളത്. അപ്പോൾ GNIT കേട്ടപ്പോൾ അതിന് ജോയിൻ ചെയ്തു. ഇത് പ്രൈവറ്റാണ്. അപ്പം വീക്ക് ഡേയ്സ് 4 days അല്ലെങ്കിൽ 5 days ഉണ്ടാവും. പറവൂരാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് ഹസ്ബൻഡാണ്. അപ്പോൾ ഹീസ് എ ബെസ്റ്റ് ഗിഫ്റ്റ് ഫ്രം മൈ പാരൻസ്. സോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇക്ക ഫുൾ സപ്പോർട്ടായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ആദ്യത്തെ ആ ഒരു 3 year കൊണ്ട് തന്നെ BCom GNITയും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ BCom ആയിരുന്നു എനിക്ക് വലിയ പാട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം +2 ബേസ് കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അക്കൗണ്ടിങ്ങും കാര്യങ്ങളും കോസ്റ്റ് അക്കൗണ്ടിങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. GNIT ബാച്ച് അത്യാവശ്യം ടോപ്പറായിട്ട് വന്നു. അപ്പോൾ അവരുടെ തന്നെ പ്ലേസ്മെന്റ് രവിപുരത്തേക്ക് കിട്ടി. പക്ഷേ ഈ 3 year ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയിരുന്നേ. അപ്പോൾ എനിക്ക് പ്ലേസ്മെന്റ് ആയ സമയത്ത് മോൾക്ക് 1 year ആവുന്നേ ഉള്ളൂ. അപ്പോൾ രവിപുരത്തായതുകൊണ്ട് തന്നെ രാവിലെ എത്തണം. അപ്പം അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഞാൻ കംഫർട്ട് സോൺ നോക്കി. വീടിനടുത്തുള്ള കുറേ കോളേജസ്, സ്കൂൾസ് അങ്ങനെയൊക്കെയാണ്. ടീച്ചിങ് ഒക്കെ അതും കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ കമ്പ്യൂട്ടർ സയൻസ് തന്നെ. BCA +2 അങ്ങനെയായിരുന്നു. അപ്പൊ ഒത്തിരി സമയം അങ്ങനെ കുറച്ച് പോയി. 5 വർഷത്തോളം അങ്ങനെ. അത് കഴിഞ്ഞാണ് MCA എടുക്കുന്നത്. MCA 2017 ചെയ്തേ. കോവിഡിന്റെ കുറച്ച് മുന്നേ കോവിഡ് തുടങ്ങാൻ നേരത്തെ അത് കഴിഞ്ഞു. അപ്പൊ അത് IGNOU എടുത്തേ. അപ്പൊ IGNOU അത്യാവശ്യം പേപ്പേഴ്സ് മറ്റുള്ള യൂണിവേഴ്സിറ്റിനെ അപേക്ഷിച്ച് കൂടുതലാ. അപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ എല്ലാവരും കുറച്ച് ടഫായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. വീട്ടിലിരുന്ന് ചെയ്യുന്നത് ഇല്ല, ഞാൻ കൂടുതലും വീട്ടിലിരുന്ന് പഠിക്കുന്ന കുറവാ. കാരണം എനിക്ക് ക്ലാസ്സിൽ പോയിട്ട് അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് പഠിക്കുക. പിന്നെ ബാക്കി ഞാൻ പഠിക്കുന്നതൊക്കെ രാത്രിയായിരിക്കും. ഇവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് വെളുക്ക് വരും. ചിലപ്പോൾ പഠിക്കും, ചിലപ്പോൾ ഉറങ്ങില്ല. അപ്പോൾ ആ ഒരു സമയത്ത് സൈലന്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ കൂടുതലും പഠിക്കുക. അപ്പോൾ അങ്ങനെ ശരിക്കും MCAക്ക് ശരിക്കും നന്നായിട്ട് ഉറക്കം കളഞ്ഞിട്ട് തന്നെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 3 year കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. അവിടെ നിന്ന് 70% ചിലപ്പോൾ മാർക്ക് ആ ഒരു സമയത്ത് കിട്ടി. 2019 കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കൊറോണ വന്നിട്ട് പിന്നെ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിന്നെ ടീച്ചിങ്ങാണ് നോക്കിയേ. ടീച്ചിങ് എനിക്ക് ഇഷ്ടമാണ്, നല്ല പ്രൊഫഷനാണ്. പക്ഷെ നമുക്ക് അടുത്തുള്ള സ്കൂൾസൊക്കെ നോക്കുമ്പോഴത്തേക്കും സാലറി നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ പ്രൈവറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ എത്ര ഇയർ എക്സ്പീരിയൻസ് ആണെങ്കിലും ആ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ടീച്ചിങ്ങിന് ലാസ്റ്റ് ഇപ്പോൾ പോയത് എയ്ഡഡ് സ്കൂളിൽ പോയിരുന്നു. +2 ഹയർ സെക്കൻഡറിയിൽ അവിടെ ടീച്ചിങ് പോയിരുന്നു. അതിനുശേഷം പിന്നെ പ്രൈവറ്റായിട്ട് ഞാൻ നോക്കിയിരുന്നില്ല. പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് വന്നൊന്നും സംസാരിക്കാൻ പറ്റുമോ, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറഞ്ഞ് പലരും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രീ ടൈം ഞാൻ ഗെറ്റ് മൈ ടൈം എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാം, എന്നെ കണക്ട് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. അവിടെയൊക്കെ എത്ര ശരിക്കും +2 ടീച്ചേഴ്സിനൊക്കെ അങ്ങനെ സാലറി ഒക്കെ വരുന്നത് എങ്ങനെയാണ്? എയ്ഡഡ് ആണ്. എയ്ഡഡിലൊക്കെ നല്ല പാക്കേജാണ്. ഏകദേശം റേഞ്ച് 50 സംതിങ് ഉണ്ട്. പക്ഷേ നമുക്ക് അവിടെ കയറണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു എമൗണ്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. ഡൊണേഷൻ പോലെ നമ്മൾ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന പോലെ ടീച്ചേഴ്സിന് ജോബ് കിട്ടാൻ അവിടെ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇതിലേക്ക് പോയില്ല. ഓക്കെ, ലക്ഷങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ്
നമ്മുടെ ഇതിലോട്ട് വരുന്നല്ലേ? ആ ഒരു സമയത്താണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ MCA പ്രൊജക്റ്റ് ചെയ്ത് സെന്ററിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പ്രൊജക്റ്റിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫിനെ വേണം എന്നുള്ളതിൽ. അപ്പോൾ അവർ ചെറിയ പാക്കേജാണ് പറഞ്ഞത്. അതൊരു 3 ഇയർ ബോണ്ട് പോലെ പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡിന് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ IT ഫീൽഡ് താല്പര്യമാണെങ്കിൽ അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നിൽക്കുമ്പോഴാണ് സാറിൻ്റെ വീഡിയോ. അത് ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന 18th 16th സാറിൻ്റെ വീഡിയോ ആണെന്ന്. 2 ദിവസം ഗ്യാപ്പേ ഉള്ളൂ. ഞാനപ്പം ആദ്യം വിളിച്ചേ രശ്മി മാമിനെ വിളിച്ചേ ഇവിടേക്ക്. ആദ്യം കോഴിക്കോടൊക്കെ വിളിച്ചേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് എറണാകുളമാണ് നിയർ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ നമ്പർ വന്നായിരുന്നു. അങ്ങനെ ഇവിടേക്ക് വിളിച്ചപ്പോൾ മാം പറഞ്ഞു ഹെഡ് അവിടെ നിന്ന് വിളിക്കുന്നു പറഞ്ഞു. അപ്പം അതിന് മുന്നേ സാറിൻ്റെ 100K കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നൈറ്റ് ഞാൻ ഫുൾ ഉറങ്ങാതിരുന്നിട്ട് 5 വീഡിയോസ് സാറിൻ്റെ കണ്ടു. നെക്സ്റ്റ് ഡേ വിളിച്ചപ്പം ഇന്റർവ്യൂ പോലെ ചോദിക്കല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ അറിഞ്ഞേ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു അപ്പം എത്ര വീഡിയോസ് കണ്ടു? ഞാൻ 5 വീഡിയോ കണ്ടു. അതെങ്ങനെ 5 വീഡിയോ കാണുന്നത്? ഞാൻ പറഞ്ഞു ഇന്നലെ നൈറ്റ് ഫുൾ ഇരുന്ന് കണ്ടതാ. അതിലേ പലരും 5 വീഡിയോ കാണാൻ വേണ്ടിയിട്ട് 1 വീക്ക് ചോദിക്കുന്നവരുണ്ട്, 3 ദിവസം ചോദിക്കുന്നവരുണ്ട്. ഫാമിലി ആയിട്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഫാമിലിയിൽ നിന്ന് ഒറ്റ നൈറ്റ് കൊണ്ട് കാണാന്ന് പറഞ്ഞാല് 5 വീഡിയോ അപ്പൊ ചെയ്ത് നോക്കിയതാ? ജസ്റ്റ് കണ്ടു ആ വീഡിയോ. ഞാൻ കൂടെ ചെയ്ത് നോക്കിയില്ലായിരുന്നു, പക്ഷെ എഴുതി നോക്കിയായിരുന്നു. എഴുതി നോക്കിയിട്ട് ആ ഒരു സമയത്ത് ആ ഒരു ഫ്ലോയില് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തിയറി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പ്രാക്ടിക്കലി അത് നമ്മൾ അപ്ലൈ ചെയ്താൽ കുറവാണ്. ടീച്ചിങ് ഒക്കെ ആകുമ്പോൾ കൂടുതലും തിയറി ആണല്ലോ. അപ്പോൾ അങ്ങനെ ആ നൈറ്റ് ഫുൾ അത് കണ്ടു. നെക്സ്റ്റ് ഡേ ഇന്റർവ്യൂവിന് കോൾ വന്നപ്പോൾ അത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ 5 വീഡിയോസേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ 5 വീഡിയോസ് കൂടെ കണ്ട് തീർക്കണം, എന്നിട്ട് വേണം നെക്സ്റ്റ് ഡേ വരാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും സമയം കിട്ടുന്ന പോലെ അതൊന്ന് കാണണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ പിന്നെ വർക്ക്ഷോപ്പിനാണ് വരുന്നത്. അപ്പോൾ 2 ദിവസം കൊണ്ട് പക്ഷേ 2 ദിവസം കൊണ്ട് ഇപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ബ്രോക്യാം പോലൊരു പരിപാടിക്ക് വരിക എന്നുള്ളത് അത് എങ്ങനെ ഒരു ധൈര്യം വന്നെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ബ്രോക്യാമ്പ് സാധാരണ പറയുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്ന പരിപാടിയാണ്. വെച്ചാൽ ഫുമിഗേഷൻ ഭയങ്കരമാണ്, അവിടെ ഭയങ്കര ബേസിക്കായിട്ട് ഭയങ്കര ഇൻ്റർവ്യൂ ആണ്. ഇതൊക്കെയാണ് ഞാൻ പുറത്തുനിന്ന് ഞാൻ പറയുന്നതല്ല, പുറത്ത് പിള്ളേർ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര കോഡിങ് ടെസ്റ്റാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫെയിലാക്കും. അപ്പോൾ ഇതൊന്നും കേൾക്കാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വന്നതല്ലേ? എനിക്ക് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിന്. പക്ഷേ ഇത് കണ്ടപ്പോൾ സാറിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ നല്ലൊരു ഇൻസ്പിറേഷനായി. എന്തായാലും വരണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിവിടെ വന്നപ്പോൾ വർക്ക്ഷോപ്പിന് വന്നപ്പോൾ ആകെ 4 ഗേൾസേ ഉള്ളൂ, ബാക്കിയൊക്കെ ബോയ്സാണ്. അപ്പോൾ ആരോ ചോദിക്കുകയും ചെയ്തു, സാർ ഇത് ബ്രോ ക്യാമ്പ് എന്ന് പറയുന്ന ബോയ്സ് മാത്രം ആയതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു 3 days ക്ലാസ് ഫൈസൽ സാറും സാറും കൂടെ ആയിരുന്നു. ഡയറക്റ്റ് എടുത്ത ഇപ്പൊ ബ്രോ ക്യാമ്പിൽ 3 ദിവസം വർക്ക്ഷോപ്പ് ഞാൻ 1 ദിവസം വരിക മാത്രമേ ഉള്ളൂ. ആദ്യം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് എടുക്കുന്ന രീതിയിലായിരുന്നു. ഓക്കെ. അപ്പോൾ അത് അത്യാവശ്യം ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഗൈഡൻസ് ഇല്ലല്ലോ. ഇപ്പം ഇന്നത് പഠിച്ചിട്ട് ഇന്നതിലേക്ക് പോകണം, ജോബ് കിട്ടാൻ വേണ്ടി ഇന്ന ചെയ്യണം, ആ ഒരു ഗൈഡൻസ് ഇല്ല. ആ ഒരു പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് നമ്മൾ സമയം കിട്ടുമ്പോൾ പഠിച്ച് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന 3 days ശരിക്കും ഒരുപാട് ഡിഫറൻസ് ഫീൽ ചെയ്തു. കോൺഫിഡൻസ് ലെവൽ ആയിക്കോട്ടെ, നമുക്ക് കുറേ പാഷൻ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ വർക്ക്ഷോപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലായി. 3 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് സാറ് എല്ലാം പറഞ്ഞിരുന്നു, നമ്മളെ കോഴ്സിൽ കൂടുതലും ബോയ്സ് ആണ്. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, കിട്ടുമോ ഇന്നാവോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കൂടെ ഉള്ളവർക്ക് അവർക്ക് വീട്ടിൽ നിന്നൊരു ചാൻസും കൂടി ഉണ്ടായിരുന്നു, കിട്ടിയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാന്നുള്ളത്. ആ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്ത്, അതായത് ഫിറോസ്കല്ലേ ഹസ്ബൻഡ് അല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ്, അതായത് ഒരു എന്താ പറയുക ഒറ്റ ചാൻസ് അല്ലേ? ഒറ്റ ചാൻസ്. അപ്പോൾ ഒറ്റ ചാൻസിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് 6 മാസം നോക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും ഇക്കാൻ്റെ ഉമ്മയാണെങ്കിലും എൻ്റെ വാപ്പച്ചി പുറത്തായിരുന്നു, അബുദാബിയിലായിരുന്നു, ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. ഇപ്പം നാട്ടിൽ 1 year ആയി. അപ്പോൾ വാപ്പച്ചിയാണേലും ഉമ്മച്ചിയാണേലും മക്കളുടെ കാര്യങ്ങളൊന്നും ടെൻഷൻ ആവണ്ട, പഠിച്ചോ, ഹോസ്റ്റലിൽ നിന്നോ, ഇക്കയാണേലും എല്ലാം കൊണ്ട് സപ്പോർട്ടാണ്. അപ്പോൾ ഉമ്മച്ചിൻ്റെ ഉമ്മയാണെങ്കിലും സൈനബ എന്ന പേര്, വെല്ലുമ്മ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളിങ്ങനെ ഡെസ്പായിരിക്കുമ്പോൾ ആൾ വന്നിട്ട് ചോദിക്കും ഏതാ ചെയ്യേണ്ടത്, ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്, നമുക്ക് പഠിക്കാൻ ഇഷ്ടമെന്ന് അറിയാം.
അത് പഠിച്ചോ കിട്ടും എന്നുള്ള ലെവലിൽ നമ്മളെക്കാളും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ആ പോസിറ്റിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇൻഷാല്ലാ ട്രൈ ചെയ്യാം. ഒരു 2 ആഴ്ച നമുക്ക് നോക്കാനുള്ള ലെവലിൽ നിന്നതാണ്. ഹോസ്റ്റൽ അങ്ങനെ 2 ആഴ്ചക്ക് വേണ്ടി എടുത്തു, അങ്ങനെ നിന്നു. ഫുമിഗേഷൻ 2 ആഴ്ചക്ക് വേണ്ടി ഹോസ്റ്റലിൽ എടുത്തു. പലരും അവിടെ എക്സ്ക്യൂസ് പറയാറുണ്ട്, എന്ത് 2 ആഴ്ച എനിക്ക് ഇത് കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് ഹോസ്റ്റൽ എടുക്കാം, എന്നിട്ട് ഞാൻ ചേഞ്ച് ചെയ്യാം. എന്നാലും 2 ആഴ്ച മാറി നിന്ന് വർക്ക്ഔട്ട് ചെയ്തു. 3 ദിവസം ഫ്യൂമിഗേഷൻ ആദ്യത്തെ വർക്ക്ഷോപ്പ് മാത്രം 3 ദിവസം വീട്ടിൽ പോയി വന്നായിരുന്നു. അപ്പോഴത്തേക്കും ഒത്തിരി ട്രാവൽ ഉണ്ട്. വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. രാവിലെ നേരത്തെ എത്തുമ്പോൾ നമുക്ക് ട്രാവലിന് ഒത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും 2 ആഴ്ച ഒന്ന് നോക്കാന്നുള്ളതിൽ കുട്ടികളും ആ ഒരു ഇതിലാണ് പറഞ്ഞത്, നമ്മൾ 2 ആഴ്ച നോക്ക്, എന്നിട്ട് നമുക്ക് നോക്കാനുള്ള ലെവലിലാണ് പോകുന്നത്. അൽഹംദുലില്ലാ റിസൾട്ട് വന്നപ്പോൾ അതിൽ എനിക്ക് ഷിബിർ അലി സാറായിരുന്നു ഫ്യൂമിഗേഷന്. അപ്പൊ തിയറി അത്യാവശ്യം അറിയായിരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചത് ഇവിടെ വന്നപ്പോഴാണ് അരയുടെ ആ സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒന്നും നമ്മള് ചെയ്യുന്നില്ലല്ലോ, പഠിപ്പിക്കുമ്പോഴാണെങ്കിലും പഠിക്കുമ്പോഴാണ്. അപ്പം അത് അത്യാവശ്യം ആ 2 ആഴ്ച കൊണ്ട് ഞാൻ അത് രണ്ടോ പഠിച്ചേ. അപ്പോൾ ജാവയുടെ അധികം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ജാവയുടെ തിയറി എനിക്ക് സാറിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് സാറ് ചോദിച്ചപ്പോൾ ഫ്യൂമിഗേഷൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തിയറി ഓക്കെ, അപ്പൊ പ്രാക്ടിക്കലി നോക്കിയില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, പ്രാക്ടിക്കലി നോക്കിയിട്ടില്ല. എന്നാ പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എഴുതാം സാർ പറഞ്ഞു. ആ ഒരു ഇതില് അങ്ങനെ എന്ന് വെച്ചാൽ തിയറി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സാറ് പറഞ്ഞപ്പോ ആ ബേസിക് ഒക്കെ അങ്ങനെ കിട്ടിയത്. അങ്ങനെ കിട്ടിയത്. അപ്പൊ അങ്ങനെ ഫുമിഗേഷൻ പാസ്സായി. ഓക്കെ. അപ്പൊ ഫുമിഗേഷൻ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ രക്ഷപ്പെടാൻ? അത്യാവശ്യം നമ്മള് സ്ട്രഗിൾ ചെയ്യും. അപ്പൊ ആ ബാച്ചിൽ ശരിക്കും എത്ര പേരുണ്ടായിരുന്നു? അപ്പൊ ഞങ്ങള് 75 ആ റേഞ്ചിലുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ എത്ര പേര് കിട്ടി? അതില് 14 ഇയർ ആണ്. 40 അത്ര പേര് 50% അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ റീസെന്റ് പക്ഷെ ഞങ്ങൾ കുറച്ചുകൂടി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വെച്ചിട്ട് ഭയങ്കര വലിയ ക്വസ്റ്റ്യനൊക്കെ ആഡ് ചെയ്തിട്ട് ഫുമിഗേഷൻ ഒന്നുകൂടി ഭയങ്കര ടൈറ്റാക്കി. അപ്പോൾ ഭയങ്കര റിസൾട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും 30% 20% റിസൾട്ട് വരുന്ന അവസ്ഥയിലോട്ട് മാറി. അപ്പോൾ ഞാൻ ഒന്നുകൂടി ലൈറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെച്ചാൽ ഇനീഷ്യലി തന്നെ അത്രയും ഫ്രഷേഴ്സിന് നമ്മൾ അത്രയും പ്രോഗ്രാമിംഗ് സ്കില്ല് കോഡിങ് എക്സ്പെക്ട് ചെയ്താൽ ശരിയാവില്ല. ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് സെറ്റ് ചെയ്തെടുക്കും ഒരു 6 മാസം കൊണ്ട്. ഞാൻ ഒന്നുകൂടി ഒന്ന് ലൈറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 1-2 ആൾക്കാർ വീഡിയോ ഒക്കെ ആയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ടൈറ്റാണെന്നുള്ളത്. അപ്പം നിങ്ങൾക്കൊക്കെ നടത്തിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഓക്കെയാണ്, ഒരുപാടില്ല എന്നാലും ഉണ്ട്. ആശുപത്രി ലൈറ്റ് ഉണ്ടാവണം, തീരെ ലൈറ്റായി കഴിഞ്ഞാലും ശരിയാവില്ല. എന്നാലും 40 പേര് പാസ്സായല്ലോ, ശേഷം പകുതിയോളം പെർസെൻറ്റേജ് ഉള്ള ബാച്ചാണ്, നല്ല കാര്യം. അപ്പോൾ അതിൽ ടോപ്പ് പെർഫോമർ ആയിരുന്നു അല്ലേ? അതില് മാർക്ക് വന്നായിരുന്നു, നല്ല മാർക്ക് വന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഇതില് പിന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള പെർമിഷൻ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നു. 6 മാസം എന്നിട്ട് നോക്ക്, ട്രൈ ചെയ്ത് നോക്കുന്നുള്ള. കൊച്ചിയില് നമ്മുടെ ഏത് ഹബിലായിരുന്നു അപ്പോൾ ഇരുന്ന് വർക്ക്ഔട്ട്? ഞാൻ ആദ്യം കൊറസോണിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്നായപ്പോഴത്തേക്ക് എനിക്ക് കാർണിവലിലേക്ക് ഷിഫ്റ്റ് ആയി. ആദ്യം കൊറസോണിന്റെ അടുത്ത് തന്നെയായിരുന്നു. ഇപ്പൊ ഇവിടെ എടച്ചിറ ഭാഗത്തായിട്ട് സ്റ്റേ എടുത്ത്. അപ്പോൾ ഇത് ഫുള്ള് നമ്മുടെ പ്രോഗ്രാം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തോ അതോ അതിനിടയ്ക്ക് തന്നെ ക്വിറ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞത്? എത്ര വീക്ക് വരെ കംപ്ലീറ്റ് ചെയ്ത് ശരിക്കും? ഞാൻ 18th വീക്കായിരുന്നു. 18th വീക്കില് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കായിരുന്നു റിയാക്ടിന്റെ. 18 വീക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 4 മാസത്തെ സമയം അല്ലേ? ആ സമയത്ത് എല്ലാവരും കുറച്ച് ആൾക്കാർ നന്നായിട്ട് പ്ലേസ്മെന്റ് നോക്കിയില്ലേ നിങ്ങൾ? ഇത് പ്ലേസ്മെന്റ് അങ്ങനെ നോക്കണമെന്ന് വിചാരിച്ചതല്ല. സെക്കൻഡ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് റിജക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് അപ്ലൈ ചെയ്യാൻ പറയല്ലോ. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് വീക്കായിരുന്നു അപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ തൃശ്ശൂർന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഫസ്റ്റ് ഒരു വെറുതെ ഒന്ന് അറ്റൻഡ് ചെയ്തതാ. അതിനു മുന്നേ ഏത് ഡൊമൈനാണ് എടുത്തിരുന്നത്? ഞാൻ മേൺസ്റ്റാക്ക് എടുത്തിരുന്നത്. ഓക്കെ. അപ്പോൾ ബേസിക് ആയിട്ട് വെബ് ഡിസൈനിങ് മുതൽ തുടങ്ങി, പിന്നെ നോഡ് പഠിച്ചു, എക്സ്പ്രസ് പഠിച്ചു, മോങ്കോഡിബി പഠിച്ചു, അതുകൊണ്ട് റിയാക്റ്റും പഠിച്ചു. റിയാക്ട് 2 വീക്സ് തിയറി ഒക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെറിയ പ്രൊജക്ട്സ് OLX അങ്ങനത്തെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊജക്റ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് വീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഡാറ്റ സ്ട്രക്ചർ തുടങ്ങിയതും ഇല്ല? ഡാറ്റ സ്ട്രക്ചർ കുറച്ച് ടോപ്പിക്കുകൾ തുടങ്ങി. ഓക്കെ. 3 മാസം കഴിഞ്ഞാലും ഡാറ്റ സ്ട്രക്ചർ ആഡ് ചെയ്ത് തുടങ്ങി. ഓക്കെ. അപ്പോൾ
ബേസിക് ആയിട്ട് പഠിച്ചതിന് ശേഷം ഒരു പ്രൊജക്റ്റും ചെയ്ത്. എന്തിലാ പ്രൊജക്ട് ചെയ്ത്? ഫസ്റ്റ് പ്രൊജക്ട് എങ്ങനെ ചെയ്ത്? ഫസ്റ്റ് പ്രൊജക്ട് നോഡ് വെച്ചിട്ടാണ് ചെയ്തത്. അതിൽ ടെംപ്ലേറ്റ് എടുത്തിട്ടാണ് ചെയ്തത്. ടെംപ്ലേറ്റ് ട്യൂട്ടോറിയൽ ഫോളോ ചെയ്തിട്ട് ചെയ്താണോ? സാറിന്റെ ട്യൂട്ടോറിയൽ നമ്മുടെ നോഡിന്റെ ട്യൂട്ടോറിയൽ സീരീസ് തന്നെ. ഓക്കെ, അപ്പോൾ ഷോപ്പിംഗ് കാർട്ടൊക്കെ ചെയ്തു. ഷോപ്പിംഗ് കാർട്ടൊക്കെ ഒന്നുകൂടി ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ആഡ് ചെയ്തു. എനിക്ക് റിവ്യൂവർ ആയിട്ട് സുബിൻ സാർ ആയിരുന്നു. സുബിൻ. അപ്പോൾ നന്നായിട്ട് ഡിസൈനിങ് എനിക്ക് അത്ര അങ്ങോട്ട് ആദ്യത്തില് ഓക്കെ ഇല്ലായിരുന്നു. പക്ഷെ സാർ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് അത് പറയാതിരിക്കാൻ വയ്യ. നമ്മളുടെ ഇവിടെ അഡ്വൈസേഴ്സ് ആണെങ്കിലും രശ്മി മാഡം, അതുപോലെ അരുണിമ മാഡം, ഇവരായിരുന്നു എനിക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും നന്നായിട്ട് ഇപ്പം എനിക്ക് ഫാമിലി അങ്ങനെ ഒരു ഫ്രീ ആക്കുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നന്നായിട്ട്. പക്ഷേ ശരിക്കും എല്ലാവരുടെയും ഒരുപോലെ തന്നെ ആ ഒരു 1 വീക്ക് സമയം എക്സ്റ്റെൻഡ് ചെയ്യാതെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫോളോ അപ്പ് വന്നപ്പോൾ പിന്നെ അവരുടെ നല്ല സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെയാണ്. അപ്പോൾ അത് ആ കാര്യത്തിൽ ഞാൻ നോട്ട് ചെയ്യുന്ന വെച്ചാൽ നേരത്തെ ഞാൻ ചോദിക്കാവുന്നൊരു ചോദ്യം കൂടി, അതായത് ഹസ്ബൻഡ് ഒരു ഒറ്റ ചാൻസ് എന്ന് പറഞ്ഞല്ലോ, അതൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ ഒറ്റ ചാൻസ് തരാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ കുറേ ചാൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ വല്ലാതെ ഇപ്പോൾ എന്താണ് ഫുമിഗേഷൻ കഴിഞ്ഞ് കയറി കഴിഞ്ഞാലും 2 വീക്ക് ബാക്ക് ആയി കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഒരു വീക്കിലൊക്കെ ചെറിയ തടസ്സമുള്ളെങ്കിൽ നമുക്ക് കയറ്റി വിടാം. അത് കഴിഞ്ഞാൽ പിന്നെ ടെർമിനേഷനിലോട്ട് പോവുകയാണ്. അങ്ങനെ സ്ട്രിക്റ്റ് നടപടി എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ പലർക്കും പിന്നെയും പഠിക്കുക സമയമുണ്ടല്ലോ എന്നിങ്ങനെ വെച്ച് ഡിലേ കൊണ്ടെടുക്കുന്ന ആൾക്കാരുണ്ട്. അതിന് പോലെ ടൈറ്റ് ഷെഡ്യൂളിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് വേറെ തന്നെയാണ്. നമ്മൾ അതിന് വേണ്ടി ഇരുന്ന് സ്പെൻഡ് ചെയ്ത് ഫുൾ ടൈം സ്പെൻഡ് ചെയ്ത് അച്ചീവ് ചെയ്യണതും നമ്മളിങ്ങനെ ലൈറ്റ് മൂഡിൽ പോകണം വ്യത്യാസമുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അത്. ഇതിലിപ്പോൾ ആ ഫസ്റ്റ് പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ 2ാമത്തെ പ്രോജക്റ്റ് ആകുമ്പോൾ തന്നെ ഇൻ്റർവ്യൂവിന് പോയാലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ട്രിക്റ്റ് ആക്ഷനാണ്. അതായത് 2ാമത്തെ പ്രോജക്റ്റും കഴിഞ്ഞ് ഒരു 80% കംപ്ലീറ്റ് ചെയ്തവർക്ക് ഞങ്ങൾ ടേക്ക് ഓഫ് ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ പുതിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാം സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള സംഭവത്തിൽ എന്ത് മെച്ചപ്പെടുത്തിയെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊരു പുതിയൊരു പരിപാടി ഇപ്പോൾ ഒരുപാട് റിവ്യൂവേഴ്സ് ഞങ്ങളോടിപ്പോൾ സുബിനെ കുറിച്ച് പറഞ്ഞല്ലോ. സുബിനൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ച് പറയാണ്, ഒരുപാട് കുട്ടികൾ തിയറി ഇപ്പോൾ റിയാക്റ്റിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ തിയറി റിയാക്റ്റ് പഠിച്ചു നേരെ ജോബ് അപ്ലൈ ചെയ്യാണ്. നമ്മളവിടുത്തെ റിവ്യൂ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏത് ജോബ് ഇൻ്റർവ്യൂവും തരണം ചെയ്യാനുള്ള സ്കില്ലായിട്ടുണ്ടാവും. പക്ഷേ പ്രാക്ടിക്കലി സംഭവം ചെയ്ത് സെറ്റായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നാളെ നമുക്ക് ഇവിടുന്ന് പോകുന്ന പുതിയ കുട്ടികളെയും ബാധിക്കും, നമ്മുടെ പ്രോട്ടോടൈപ്പിൻ്റെ ബ്രാൻഡിനൊക്കെ ബാധിക്കും. അതുകൊണ്ട് പ്രാക്ടിക്കലി 2ാമത്തെ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഡാറ്റാ സ്ട്രക്ചറും കുറച്ച് ഇപ്പോൾ നോസ്കിൽ ഒരു ഡാറ്റാബേസ് പഠിച്ചവരാണെങ്കിൽ SQL ഡാറ്റാബേസിനെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കുകയും SQL പഠിച്ച ആളാണെങ്കിൽ നോസ്കിലിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുകയും ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിലൊരു ഇതാക്കി മാറ്റിയിട്ടുണ്ട്. ശരിക്കും എന്താ അഭിപ്രായത്തിനെ കുറിച്ച്? നല്ലതല്ലേ? എന്താ തോന്നുന്നത്? നല്ല തന്നെയാണ്. കാരണം ഞാനിവിടെ 24 വീക്സ് കഴിഞ്ഞിട്ട് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പാക്കേജും നന്നായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഞാൻ സെക്കൻഡ് പ്രൊജക്റ്റ് കയറിയ സമയത്ത് എൻ്റെ കൂടെ ബാച്ച്മേറ്റ് ഒരാൾ ഉണ്ടായിരുന്നത് പ്ലേസ്ഡ് ആയി. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരൊക്കെ അങ്ങനെ നോക്കുന്ന, അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു, ചിലപ്പോൾ ബാംഗ്ലൂരൊക്കെ ആയിരിക്കും കിട്ടുന്നതെന്നൊരു അങ്ങനെ ഒരു തോട്ട് വന്നായിരുന്നു. അത് അത്യാവശ്യം പാക്കേജ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ ആ ഒരു തോട്ടിൽ നിൽക്കുമ്പോഴാണ് തൃശ്ശൂർന്ന് ഇങ്ങനെ ഒരു കോള് വന്നത്. കമ്പനിയുടെ പേര് റിയോൺ ടെക്നോളജീസ്. പാക്കേജ് എത്രയായിരുന്നു? അപ്പോൾ 3.6 ആണ്. 3.6. പക്ഷെ നല്ല പ്രൊഫൈലായിട്ട് ശരിക്കും ഒരു 6 to 10 ഇടയ്ക്ക് മേടിക്കാൻ പറ്റിയൊരു പ്രൊഫൈലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം നാടായതുകൊണ്ട് പോയത് തന്നെയാണ്. ഞാൻ വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന ശരിക്കും 6 months നിന്നപ്പോൾ ശരിക്കും എന്താ, ഞാൻ ഇതുവരെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഇപ്പോൾ 16 വർഷമായി, കുട്ടികൾ ഇത്രയൊക്കെ ആയെങ്കിലും എപ്പോഴും സാറ് പറഞ്ഞ പോലെ കംഫർട്ട് സോണിൽ മാത്രമേ അപ്പോൾ കുട്ടികളെ സ്കൂള് കാര്യങ്ങൾ ഒന്നും എനിക്ക് മാറി നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഇനി പ്ലേസ്ഡ് ആവുന്നത് ബാംഗ്ലൂർ ആയിരിക്കും എന്നൊരു കൺസെപ്റ്റിലാണ് നിന്നിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓഫർ കേട്ടപ്പോൾ എന്തോ ആ സമയത്ത് പിന്നെ കമ്പനിയും നല്ല കമ്പനിയാണ്, അപ്പോൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അതന്നെ പലരും പറയാറ് കേട്ടോ. ഞങ്ങൾ എന്താ പറയുക, ഈ 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിയുമ്പോൾ അല്ല 5ാമത്തെ മാസം ആകുമ്പോഴേക്കും പലരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യം പറയില്ല ഞങ്ങൾ ചുമ്മാ അറ്റൻഡ് ചെയ്യുക, റിജക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ അറ്റൻഡ് ചെയ്യണം. റിജക്ഷൻ പ്രൂഫ് പറഞ്ഞ മോഡ്യൂൾ ഉണ്ടല്ലോ നമ്മുടെ
വർക്ക്ഷോപ്പിലുള്ള. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചുമ്മാ അറ്റൻഡ് ചെയ്യുകയാണ്, ജോബിന് പോകില്ല എന്ന് പറയും. പക്ഷേ ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ചാടി വീഴുകയും ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് റീസൺ തന്നെയാണ് നിങ്ങളുടെ നാട്ടിൽ കിട്ടിയെന്നുള്ളത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇനി നാട്ടിൽ തന്നെ നിൽക്കാനുള്ള പ്ലാനാണോ, ഇനി പുറത്തോട്ടുള്ള പ്ലാൻ ഉണ്ടോ? നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ ജമ്പ് ചെയ്യാൻ റെഡിയാണ്. എന്തായാലും എനിക്ക് കരിയർ നന്നായിട്ടൊന്ന് സെറ്റ് ആവണം തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു റിയാക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ റിയാക്ടിൽ അവർ എനിക്ക് ആണ് ഓപ്പർച്യൂണിറ്റി, കുഴപ്പമില്ല, അതിൽ സെറ്റ് ആയിക്കൊള്ളാനുള്ള ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ജോയിൻ ചെയ്തേ. അപ്പോൾ ഇൻഷാല്ലാ ഇനി എത്ര മാസമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി? ഇല്ല, ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, 2 weeks ആയിട്ടുള്ളൂ. 2 weeks ആയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. കയറി തുടങ്ങി പ്രൊജക്റ്റിലോട്ട് ആഡ് ചെയ്തോ അതോ പഠിക്കാനുള്ള സമയം തന്നവർ? ഇല്ല, റിയാക്ടിൻ്റെ തന്നെ പ്രൊജക്റ്റിലാണ്. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇന്റർവ്യൂ നമ്മുടെ ഡൊമൈൻ റിവ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അറ്റൻഡ് ചെയ്തോണ്ട് തന്നെ ഇന്റർവ്യൂസ് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. എല്ലാ വീക്കിലുള്ള റിവ്യൂ സിസ്റ്റം കൊണ്ട്. അപ്പൊ അത് എനിക്ക് ബേസിക് ആയിട്ട് എല്ലാം ചോദിച്ചവർ എല്ലാം ചോദിച്ചായിരുന്നു. ബേസിക് കോഡിംഗ് പ്രോഗ്രാമിംഗ് ചെയ്യിച്ചിരുന്നു. മാപ്പ് കാര്യങ്ങളൊക്കെ, മാപ്പിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ കൂടുതലും നോഡ് അവിടെ മേർജ് സ്റ്റാക്ക്. അപ്പോൾ അതിനെ ഡാറ്റാബേസ് ചോദിച്ചായിരുന്നു കൂടുതലും, നോഡും റിയാക്ട് അങ്ങനെ ചോദിച്ചേ. റിയാക്ടിന്റെ ഈ 18 വീക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 4.5 മാസത്തോളം വരുമല്ലോ സമയമൊക്കെ. അപ്പോൾ 4.5 മാസത്തിനടുത്ത് സമയം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തുള്ള വർക്ക് എൻവയോൺമെന്റ് എങ്ങനെയായിരുന്നു? അതായത് നൈറ്റൊക്കെ ഇതേപോലെ ഇരുന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ ഇപ്പം രാവിലെ 9 മണിക്കാണ് എത്തുന്നത്. ഓഫീസ് ക്ലോസ് ചെയ്യുന്നവരെ അവിടെ ഇരിക്കാറുണ്ട്. ഒരു ഓൾമോസ്റ്റ് ഒരു 9:30 നിയർ ആ ഒരു സമയത്ത് അവിടെ കുറച്ചുള്ള 9:30 ആ ഒരു സമയം അവിടെ ഇരിക്കാറുണ്ട്. പിന്നെ ഹോസ്റ്റലിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും പിന്നെ ഹോസ്റ്റലിൽ പോയാലും നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ, കാരണം എല്ലാ ആഴ്ചയും നമുക്ക് ഒത്തിരി ടാസ്ക് ഉണ്ടല്ലോ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയാഴ്ച നൈറ്റ് ഞാൻ ഒരു 10 ഒക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് പോകും. സൺഡേ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും തിരിച്ചെത്തും. അപ്പോൾ ആ ഒരു ദിവസം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈഡേ നൈറ്റ് ഉറങ്ങാതിരിക്കും. കംപ്ലീറ്റ് ടാസ്ക് ഒക്കെ തീർത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഒരു വീക്കിൽ 1 ഡേ ഫാമിലിനെ മീറ്റ് ചെയ്യുന്നല്ലേ? ഓക്കെ. അപ്പോൾ മക്കളൊക്കെ എന്ത് പറഞ്ഞ്? അതുവരെ ഉമ്മാനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് കാണാൻ പറ്റാണ്ടാകുമ്പോഴുള്ളൊരു വിഷമം ഉണ്ടാവില്ലേ? എന്നുവെച്ചാൽ ഇടയ്ക്ക് അനുഗമനം ചോദിക്കും, എന്താ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ആണോ? അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ടെൻഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ കുട്ടികളെ സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് കോൾ വരുമ്പോൾ അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡാണെങ്കിൽ ട്യൂഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവർ നന്നായിട്ട് വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലും ഇക്കടെ വീട്ടിലൊക്കെ നന്നായിട്ട് കെയർ ചെയ്ത് പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സമാധാനത്തിൽ അവിടെ നിന്ന് പക്ഷേ ഞാൻ ഹോസ്റ്റൽ എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഷുവറായിട്ടും ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഒരു ടാസ്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഒത്തിരി പേരെ കാണുന്നുണ്ട് അവിടെ വന്നിട്ട് ഡെയിലി പോയി വരുന്നവർ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ സ്റ്റോപ്പ് ചെയ്യാണ്. നടക്കൂല, അവർക്ക് നടക്കൂല. നമ്മളും ഇപ്പോഴും പറയാറുണ്ടല്ലോ, ഇപ്പോൾ കൊച്ചിയിലുള്ള ആൾക്കാരാണ് കാലിക്കറ്റ് വന്ന് ചെയ്യും, അല്ലെങ്കിൽ കാലിക്കറ്റ് കുറച്ച് ദൂരെ വന്ന് ചെയ്യും, വീട്ടിൽ വിട്ട് മാറി നിൽക്കുക. അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഒന്നുകൂടി റിസൾട്ട് കൂടും. പക്ഷെ അവർ ആ ഡെഡിക്കേറ്റ് ചെയ്ത് മാറിക്കുന്നതിൻ്റെ റിസൾട്ട് ഭയങ്കരമാണ്. നമ്മൾ നൈറ്റ് ഒന്നും മിക്കവാറും റൂമിലെത്തിയാലും ഹോസ്റ്റലിലെത്തിയാലും ഒരു 2 മണി 3 മണി വരെയൊക്കെ ഇരുന്നിട്ട് അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ ആ ഡേ നൈറ്റ് വർക്കൗട്ടിൻ്റെ റിസൾട്ട് തന്നെയാണ് വന്നത് അല്ലേ? ശരിക്ക് നല്ല സാലറിയോട്ട് പോകേണ്ട ആള് ജമ്പ് ചെയ്ത് എന്താ പറയുക, സ്വന്തം നാടായതുകൊണ്ട് പോയതാണ്, അല്ലെങ്കിൽ വിടില്ലായിരുന്നല്ലോ. മാം ഫസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഞാൻ ചോദിച്ചായിരുന്നു ബാംഗ്ലൂർ, റിജക്ഷൻ എടുക്കാൻ വേണ്ടി തന്നെ. മാം പറഞ്ഞത് കുറച്ച് കഴിയട്ടെ എന്നാ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് ഞാൻ ചുമ്മാ ഒന്ന് അറ്റൻഡ് ചെയ്യാന്നുള്ള കിട്ടിയത് ഈ കമ്പനി. ഇത് നമ്മളുടെ തന്നെ വേറെ സീനിയർ ബാച്ചിലൊരു കുട്ടി അറ്റൻഡ് ചെയ്തതാ. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ റെഫർ അങ്ങനെ വന്നു. അപ്പൊ അവർക്ക് സാലറി കുറവായതുകൊണ്ട് അവര് സ്കിപ്പ് ചെയ്തു. ഓക്കെ ഓക്കെ. അങ്ങനെ കുറെ സ്കിപ്പ് ചെയ്ത് വരുമല്ലോ അല്ലേ? പക്ഷെ നിങ്ങൾക്ക് സാലറി അല്ല വിഷയം, നാടാണ് വിഷയം അതില്ലേ? ഓക്കെ ഓക്കെ. പിന്നെ നേരത്തെ ഒരു സ്റ്റോറി പറഞ്ഞല്ലോ, അതായത് എന്തോ നമ്മൾ ഇനീഷ്യലി നമ്മൾ 3 ദിവസം വർക്ക്ഷോപ്പിൽ ഗോള് സെറ്റ് ചെയ്യണ സമയത്ത്, സാലറി എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യണ സമയത്ത് നമ്മളെല്ലാവരും അത് വെച്ച് പ്ലാൻ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അതിലെന്തോ ഒരു സ്റ്റോറി പറഞ്ഞല്ലോ. അത് സാറ് ഫൈസൽ സാർ എല്ലാവരുടെ അടുത്തും എക്സ്പെക്റ്റഡ് സാലറി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ലോ സാലറി എഴുതിയത് ഞാനാ. 75 ഞാൻ എഴുതിയത്. ബാക്കി എല്ലാവരും വലിയ വലിയ പാക്കേജസ് എഴുതിയിരുന്നു. അപ്പോൾ സാറ് വന്നിട്ട്
ഏറ്റവും കുറവ് എഴുതിയത് 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് മന്ത്ലി കിട്ടുന്ന സാലറി ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്ത്. അത് സാധാരണ എല്ലാവരും 1 lakh 1.5 ആ റേഞ്ചിലാണ് ഇങ്ങനെ ആഡ് ചെയ്ത വലിയ വലിയ സംഖ്യ എഴുതാറ്. ഓക്കെ. അപ്പോൾ സാർ അങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആളെയും ഏറ്റവും ലോ ആയിട്ടുള്ള ആളെയും സാർ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സാർ വന്നപ്പോൾ സാർ വന്നപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ എഴുതിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ഒരു 30-35 നെക്സ്റ്റ് പിന്നത്തേല് ഓക്കെ ആവും എന്നുള്ള ലെവലിൽ സാർ പറഞ്ഞായിരുന്നു. ഞാൻ പ്ലേസ്ഡ് ആയപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സ് എല്ലാം അത് പറഞ്ഞു. പിന്നെ എൻ്റെ ബാച്ച്മേറ്റ്സ് BCA 28 ആയിരുന്നു ഞാൻ ബാച്ച്. അതിലിപ്പോൾ ഞങ്ങൾ 14 പേരാ ഉണ്ടായിരുന്നത്. അവരെല്ലാവരും വെരി ഫ്രണ്ട്ലി ആൻഡ് സപ്പോർട്ടീവ് ആണ്. ദീപ്തി ഉണ്ട്, ഞങ്ങൾ 2 ലേഡീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഡാനിഷ്, വൈഷ്ണവ്, സായ്, പ്രണവ്, പിന്നെ റോബിൻ, അരുൺ, അബിൻ. ഇല്ല, ഇവർ ഫസ്റ്റ് ഞാനും അരുണും അപ്പൊ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാരും ഐ തിങ്ക് ദേ വിൽ കം ഹിയർ. റീസെന്റ് ഒരാള് പ്ലേസ്ഡ് ആയിട്ടുണ്ട്, പ്രണവ്. അത് 6LP. അപ്പോൾ അടുത്ത വലിയ ജമ്പിങ്ങാണ് പ്ലാൻ ചെയ്യണത്. ഇനി ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണ്. ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ സാലറി സെറ്റ് ചെയ്യാൻ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ 70 ഒക്കെയാണ് സെറ്റ് ചെയ്യാനുള്ള ധൈര്യം വന്നത് അല്ലേ? അന്ന് നമുക്ക് വെക്കാനുള്ളൊരു ധൈര്യവും നമുക്ക് അത്രയൊക്കെ ഒരു പ്രതീക്ഷിക്കുക എന്നുള്ള ധൈര്യം വന്നത്. ഇനിയിപ്പോൾ സാലറി ഗോൾ ഒരു 3 വർഷം സെറ്റ് ചെയ്യാൻ എത്ര വെക്കും? അത് ഒരു 1.5 വെക്കാനുള്ള ധൈര്യമായി. ഇതാണ് ആ സംഭവം. അതായത് നമ്മൾ ഒരു സംഭവം ഒരു ടാർഗറ്റ് വെച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റേഞ്ച് മാറി തുടങ്ങും. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ വലുത് വെക്കാനും അത് ആഗ്രഹിക്കാനും അത് പറയാനുള്ള ധൈര്യം, ആ ഒരു സംഭവം നമുക്ക് കൂടി വരും. ഇനി ഈസിയാണ്. അടുത്തൊരു ജമ്പിന് അടുത്തൊരു ജമ്പ് 1 lakh പുറത്ത് ജമ്പ് ചെയ്യണം. ഓക്കെ. മന്ത്ലി നമുക്കൊരു 1 lakh പുറത്ത് ജമ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തേനൊരു 16 lakh to 18 lakh ജമ്പ് ചെയ്യണം. ഒരു 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് ജമ്പ് ചെയ്യണം. ഒന്നിന് പുറത്ത് തന്നെ അടുത്ത ജമ്പ് നടത്തണം. ആ രീതിയിൽ മെയിൻ സ്റ്റാക്കിൽ പുലിയാവണം. അതേപോലെ ഡാറ്റ സ്ട്രക്ചറും കുറച്ച് ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തിട്ടുള്ളൂ. കുറച്ചുകൂടി ടോപ്പിക്കുകൾ കവർ ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ അടുത്തൊരു ജമ്പിങ് നടത്തണം, വെറൈറ്റി ആയിട്ടൊരു ജമ്പിങ്. എന്നിട്ട് ഒന്നും കൂടെ ഒരു ഇൻ്റർവ്യൂവിന് വരാനുണ്ട്. ഈ കമ്പനിയിൽ ഇന്റർവ്യൂ സമയത്തൊക്കെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നു, എങ്ങനെയായിരുന്നു? ഇംഗ്ലീഷിന് അവിടെ ഇമ്പോർട്ടൻസ് നന്നായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ടീച്ചിങ് ഒക്കെ ആയിരുന്നപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് എന്താ പക്ഷേ ടോപ്പിക് വൈസ് ആയാലും ഓക്കെ. ഇപ്പോൾ ഒരു ടോപ്പിക് വന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ ഓക്കെ. കാഷ്വൽ ടോക്സ് വരുമ്പോൾ ഞാൻ അപ്പോൾ മലയാളം മീഡിയം ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യം ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് പഠിക്കും, അറിയാം. അപ്പം കുറച്ചൊക്കെ അറിയാമല്ലോ അതിൻ്റെ ബേസ്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഫുൾ ക്രെഡിറ്റ് ജ്യോത്സ്ന മാമിനാണ്. മാം സെൽഫ് കോൺഫിഡൻസും അതുപോലെ നമുക്ക് ആ ഒരു ഒരുപാട് ടാസ്കുകൾ ഉണ്ടല്ലോ, അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പം ഓഡിയോസ് ആണെങ്കിലും അതല്ലെങ്കിൽ ന്യൂ വേർഡ്സ് മാം പറയുന്ന ആ ടാസ്കൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തു പോയിരുന്നു. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് നന്നായിട്ട് കിട്ടി. കാരണം നമ്മൾ ഫ്ലുവൻസി എങ്ങനെ നമ്മൾ ചെയ്താലും സംസാരിച്ച് തന്നെ അത് ഓക്കെ ആവണം. പിന്നെ നമുക്ക് ടാസ്കുകളായിട്ട് തരും. അപ്പോൾ എനിക്കൊരു ക്രൗഡിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് പ്രസൻറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും, സ്റ്റേജ് ഫിയർ പോലെയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അതൊക്കെ ഈ ഒരു ആക്ടിവിറ്റീസ് വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ചേഞ്ച് ആയി. അതുപോലെ നമ്മൾ പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ളൊരു വിഷയമുണ്ട്. ഇപ്പോൾ ലേഡീസ് എസ്പെഷ്യലി നമ്മുടെ നാട്ടിലാവുമ്പോൾ നമുക്ക് ഫോർമൽ ഡ്രസ്സ് കീപ്പ് ചെയ്യണം കേസിൽ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു? എന്തായിരുന്നു അവസ്ഥ? ഞാൻ പൊതുവെ അങ്ങനത്തെ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആദ്യം ഒരു 3 days വർക്ക്ഷോപ്പിൽ തന്നെ സാർ അവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാനൊരു 1 week എങ്ങനെയൊക്കെയോ പോയി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വീക്ക് ആയപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നമുക്കിത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈല്. അപ്പോൾ എനിക്ക് ഫോർമൽസ് കുറച്ച് മടിയായതുകൊണ്ട് തന്നെ ബ്ലേസേഴ്സ് കോട്ട് യൂസ് ചെയ്തു. പിന്നെ ഞാനത് കംഫർട്ടായി. പിന്നെ കുറച്ചുകൂടെ നമുക്ക്
നമ്മുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ ഒന്നുകൂടെ ഒരു ഇമ്പ്രൂവ് ആയിട്ട് തോന്നി. ഇതുവരെ പഠിച്ച സ്ഥലത്തൊക്കെ എപ്പോഴും ടീച്ചേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി ഇവിടെ വരുമ്പോൾ സെൽഫ് ലേണിംഗ് ആണ്. എന്നിട്ടും റിസ്ക് എടുത്ത് വന്നു 2 ദിവസം കൊണ്ട്. അത് വലിയ സംഭവം തന്നെ. അപ്പോൾ ഈ സെൽഫ് ലേണിംഗ് എന്നുള്ള സംഭവം എല്ലാവരും കൊണ്ടും നടക്കും. എന്താണ് അതിനൊരു പറയാനുള്ളത്? സെൽഫ് ലേൺ പറ്റും. കാരണം ഇപ്പം നമുക്ക് ആദ്യം ഞാൻ സെൽഫ് ലേൺ എന്ന് പറഞ്ഞപ്പോൾ വിചാരിച്ചില്ല നടക്കുന്നുള്ളത്. കാരണം ഞാൻ എപ്പോഴും ഞാനൊരു ടീച്ചറാണ്. അപ്പം ടീച്ചിങ്ങിൻ്റെ ആ ഒരു സപ്പോർട്ടിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഓരോ ആഴ്ചയും ഓരോ ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. ഇപ്പോൾ ഒന്നിൽ തന്നെ അല്ലല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 1 വീക്ക് കിട്ടുന്നതായിരിക്കില്ല പിന്നത്തെ നെക്സ്റ്റ് വീക്ക്. അപ്പം നമ്മളിങ്ങനെ ആ ഒരു ആദ്യത്തെ 2 ആഴ്ച ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്തു. നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ ഒരാഴ്ച കൊണ്ട് ഇത്രയും ടാസ്ക് ചെയ്യണം, പുതിയ ടോപ്പിക്സ് പഠിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ MCA ഒക്കെ ഇത്ര പഠിച്ചിട്ടുണ്ടല്ലോ. എല്ലാ സ്ഥലത്തിനേക്കാളും കൂടുതൽ പേപ്പേഴ്സ് ഉണ്ട് ഇവിടെ ഇഗ്നോയിലൊക്കെ. അപ്പം ഇത്രയും പേപ്പേഴ്സൊക്കെ കവർ ചെയ്തിട്ടില്ല. ഇവിടെ വരുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എൻ്റെ അല്ലെങ്കിൽ ഞാൻ പഠിക്കാത്ത സംഭവങ്ങളാണ് ഇത്രയും നാൾ പഠിച്ചത്. അതും പ്രാക്ടിക്കലി ചെയ്യാൻ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ടാസ്ക് ആയിരുന്നു. പഠിക്കുന്ന മെത്തേഡ് മാറിയിട്ട് ചെയ്ത് സ്കില്ല് സെറ്റ് ചെയ്യാൻ. അതെ, അപ്പോൾ അത് ടാസ്ക് ആയിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു ട്യൂട്ടോറിയൽസും അതുപോലെ തന്നെ നമുക്ക് ഡോക്യുമെന്റേഷൻസും അങ്ങനെയൊക്കെ റെഫർ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരു 3 വീക്സ് കൊണ്ട് നമുക്കത് സെറ്റായി. അപ്പം എനിക്ക് തോന്നുന്നത് അത് പിന്നെ നമുക്ക് വീട്ടിൽ നിന്നുള്ള അറ്റ്മോസ്ഫിയറിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഇപ്പോൾ ഇതുപോലെ ഒരു പ്രോപ്പർ പ്ലേസ്, ആ ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് വരിക എന്നുള്ളതാണ് ശരിക്ക് നമ്മൾ ഉദ്ദേശിച്ചതാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഡെവലപ്പ് ചെയ്ത സമയത്ത് കരിയർ ഡെവലപ്പ് ചെയ്ത സമയത്ത് നമ്മൾ ഡെഡിക്കേറ്റഡ് മാറിയിരിക്കുമ്പോഴാണ് റിസൾട്ട് ഭയങ്കരമാണ്. അത് നമുക്ക് കൊടുക്കാമെന്ന് മാത്രമേ ഞങ്ങൾ ശരിക്കും പ്രോഗ്രാമിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് കൊടുക്കുക, ഒരു എൻവയോൺമെൻറ്റ് കൊടുക്കുക, കൂടെയുള്ള ആൾക്കാരൊക്കെ പഠിക്കുന്നവർ. അതാണ് ഫുമിഗേഷൻ സംഭവിക്കുന്നത്. പഠിക്കാത്തവരൊക്കെ അങ്ങോട്ട് മാറിക്കും, പഠിക്കുന്നവർ മാത്രമായി മാറും. പിന്നെ ആ ഒരു നെറ്റ്വർക്കായി. അപ്പോൾ എല്ലാവരും ഭയങ്കര കരിയർ ബിൽഡ് ചെയ്യണമെന്ന് രക്ഷപ്പെടണം പറ്റുന്ന ഒരു ആൾക്കാരെ കൂട്ടായി മാറും. അപ്പോൾ അതിൽ നിന്നാണ് ശരിക്കും ആ റിസൾട്ട് വരുന്നത്, ആ ഇരിക്കുന്നതിൽ നിന്ന്. അപ്പോൾ സെൽഫ് ലേണിംഗ് നടക്കും. അപ്പോൾ ഈ കാണാൻ പഠിച്ച് വന്നുള്ള മെത്തേഡിൽ നിന്ന് മാറുന്നത് ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. അപ്പോൾ സാറിൻ്റെ ആ ഒരു 3 days വർക്ക്ഷോപ്പിലുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് ശരിക്കും അത് ഓർമ്മ വരുമായിരുന്നു. കാരണം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേണിംഗ് കർവ് ഉണ്ട്, സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ശരിക്കും ഒരു ഫസ്റ്റ് വീക്ക് ആയപ്പോൾ ഭയങ്കര ടഫായിട്ട് തന്നെ തോന്നിയായിരുന്നു. അപ്പോൾ എങ്ങനെ ചെയ്യും ഇനി ആ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും സാറ് പറഞ്ഞത് ഓക്കെ ഇങ്ങനെയാണല്ലോ. ആദ്യത്തെ 6 വീക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും സ്ട്രഗിൾ ചെയ്യും. ഒരു കഥ കിട്ടാത്ത പുക അടിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയായിരിക്കും മനുഷ്യന് ചുറ്റുപാടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ശരിക്കും ആ ഒരു സമയം പലരും ഡ്രോപ്പ് ചെയ്യും. പലർക്കും വിചാരിക്കും അയ്യോ ഞാനൊന്ന് സെറ്റായിട്ട് ചെയ്യും. സെൽഫ് ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ടോ? ചില ആൾക്കാർ അത് ഓക്കെ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ റെഡിയാവും. മുന്നോട്ട് പോയ ആൾക്കാർ രക്ഷപ്പെടുകയും ചെയ്യും, അല്ലാത്തൊരു ഡ്രോപ്പ് ചെയ്ത് വീട്ടിൽ പോവുകയും ചെയ്യും. പക്ഷെ ആ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയി നമ്മളിങ്ങനെ ബഗ് ഫിക്സ് ചെയ്ത് കിട്ടുന്ന ക്വാളിറ്റിയാണ് ശരിക്കും ഒരു ഡെവലപ്പർ ക്വാളിറ്റി എന്നുള്ളത്. അതൊരു 3 മാസം ഫസ്റ്റ് പ്രോജക്റ്റ് കഴിയുമ്പോൾ ശരിക്കും അത് ഫീൽ ചെയ്യില്ലേ? അതെ, ആ ഒരു എൻഡൊക്കെ നമ്മൾ ആ പ്രൊജക്ടിന്റെ എൻഡിങ് ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ആ ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങും. ആ ഒരു ആദ്യത്തെ 2-3 ആഴ്ചയുള്ള സ്ട്രഗിള് നമുക്ക് ആ ഒരു ലാസ്റ്റ് വീക്കിൽ ഓക്കെ ആവും. ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞ് ഹസ്ബൻഡിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. ഫിറോസ്ക അവിടെ ഇരിപ്പുണ്ട്. നിങ്ങളാണ് നമ്മൾ ഫിറോസ്ക. നമ്മൾ യൂട്യൂബിൽ വേറൊരു ഫിറോസ്ഖാൻ അറിയാം, പിന്നെ അറിയണ വേറൊരു ഫിറോസ്ഖാനല്ലേ ഇത്. നിങ്ങളാണ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ശരിക്കും ഫാമിലിപരമായിട്ട് പണ്ടേ കരിയർ ബിൽഡ് ചെയ്യണമെങ്കിലും ഭയങ്കര സപ്പോർട്ടായിട്ട് വരില്ല. എന്താണ് ആ ഒരു മോഡിലോട്ട്? സാധാരണ പലരും മാരേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈഫിനെ പുറത്ത് വിടൂല, അല്ലെങ്കിൽ പഠിക്കാൻ വിടൂല, ജോലിക്ക് വിടൂല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവാറ്. ആൾക്കെന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഫസ്റ്റ് കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് അറിയാം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആള് നിർത്തുള്ളൂ. അങ്ങനെയാണ് കയറിയിട്ടെല്ലാം ചെയ്തേക്കണത്. MCA പഠിച്ചിട്ടും ആള് തൃശ്ശൂർക്ക് രാവിലെ പോകും, കഴിഞ്ഞ് വൈകിട്ട് വരും. അങ്ങനെ അത്രയും ഇതെടുത്താണ് ചെയ്തിരുന്നത്. നല്ല ഇതെടുത്താണ് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് ഉറപ്പാർന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്.
നിങ്ങളാ ചെയ്തതിലേക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ ആ ഒറ്റ ചാൻസ് കൊടുക്കുള്ളൂ എന്ന് പറയുമല്ലോ. അപ്പൊ ആ ടൈറ്റ് ഷെഡ്യൂൾ വരുമ്പോൾ ഉള്ളൊരു നമ്മളൊരു നിക്കക്കള്ളില്ലാതെ മനുഷ്യന്റെ വർക്കൗട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. നിങ്ങൾ എന്താ ചെയ്യണോ ശരിക്കും? ഷോപ്പാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ IT ഫീൽഡ്, ഞാൻ വിചാരിച്ചു സാധാരണ നമ്മൾ വിചാരിക്കല് IT എഞ്ചിനീയേഴ്സ് അല്ല IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ബിസിനസ്സുകാർ ശരിക്കും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആരും പ്രതീക്ഷിക്കില്ല കേട്ടാ. ഹസ്ബൻഡും വൈഫൊക്കെ രണ്ടുപേരും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതെ അതെ, അങ്ങനെ ആവുമ്പോഴാണ് സാധാരണ വിടാറ്. സാധാരണ ബിസിനസ് ആയിട്ടുള്ള ഒരാള് ഇങ്ങനെ വിടുക എന്നുള്ളത് സാധാരണ നമ്മൾ റെഡി ആവില്ല ആരും. ഇനിയിപ്പോ ജോലി കിട്ടിയത് തൃശ്ശൂരല്ല, വല്ല ബാംഗ്ലൂരോ വല്ല ഹൈദരാബാദൊക്കെ ആയിരുന്നെങ്കിൽ വിടുമായിരുന്നോ? ബാംഗ്ലൂരായിരുന്നെങ്കിൽ വിടുവായിരുന്നു. ബിസിനസ് അവിടെയും കൂടി തുടങ്ങാൻ ആദ്യം പോയിട്ട് പിന്നെ നമ്മ പതുക്കെ അങ്ങോട്ട് മാറാനുള്ളൂ. അത് നല്ലൊരു പ്ലാനാണ്. അത് ഞാൻ വേറെ 1-2 ആൾക്കാരുടെ കണ്ടിട്ടുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. അല്ല ഇപ്പൊ നമുക്ക് ഇതുപോലെ ആഴ്ചയിൽ വന്ന് പോകാനൊന്നും പറ്റൂല. അപ്പൊ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നല്ല പ്ലാനാണ്. അല്ല സാധാരണ ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോഴേ ഇപ്പം നിങ്ങൾ റെഡി ആയാൽ പോലും ഫാമിലിയിൽ അപ്പൊന്നും സാധാരണ റെഡി ആവില്ല. എന്തെങ്കിലും റീസൺ പറയും. ഇപ്പോൾ ഒരുപാട് ഇപ്പം നമ്മൾ ചാനൽ തുടങ്ങിയ ശേഷം ഒരുപാട് ലേഡീസ് ഇപ്പോൾ ഇങ്ങനെ വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ കരിയർ ബ്രേക്കായി, ഹസ്ബൻഡ് സപ്പോർട്ടാണ്, പക്ഷെ ഹസ്ബൻഡിന് ഫാമിലി സപ്പോർട്ടല്ല. അവർ ഇവിടെ തന്നെ നിന്ന് ഇവിടെ അവരുടെ കാര്യങ്ങൾ നോക്കണം, അല്ലാതെ ജോബിനൊന്നും പോകണ്ട എന്നുള്ള രീതിയിലാണ് പല ഫാമിലിയും പറയണത്. അതിനൊക്കെ വിപരീതമായിരുന്നു. ഇത് വീട്ടില് ഫുൾ സപ്പോർട്ടാ. അവരൊക്കെ ഫാദർ ആയാലും ഇപ്പൊ ആളെ മകള് സ്കൂൾ എവിടെ കൊടുങ്ങല്ലൂരാണ് പഠിക്കുന്നത്. അപ്പൊ ആളെ രാവിലെ 6:45 കൊണ്ടുപോകുന്നത് ഫാദറാണ്. അപ്പൊ തിരിച്ച് കൊണ്ടുവരുന്നത് ഫാദറാണ്. അപ്പൊ അങ്ങനെയൊക്കെ നല്ല. പിന്നെ വീട്ടിലുമ്പ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടേണ്ട പേരിലാണ്. അങ്ങനെ ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഷായുടെ വീട്ടുകാരായാലും ഇതിന് നല്ല സപ്പോർട്ട് ആൾക്കാരാണ്. അങ്ങനെ അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് എല്ലാ കൂടിയും സെറ്റായി വരിക എന്നുള്ളതാണല്ലേ. ഓക്കെ ഓക്കെ. സാധാരണ എല്ലാവരും ഇന്റർവ്യൂവിന് വരാൻ തന്നെ മടിക്കാറാണ്. നിങ്ങൾ കുടുംബമായിട്ട് തന്നെ ഇന്റർവ്യൂവിന് വന്ന് നിങ്ങളെ നാടും കൊടുങ്ങല്ലൂർ തന്നെയാണോ? ഞങ്ങളെല്ലാവരും കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ തന്നെയാണ്. കൊടുങ്ങല്ലൂർ കുറച്ച് ആൾക്കാർ നല്ല കരിയർ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ, പഠിക്കാനും ഇതിനൊക്കെ. പഠിക്കാനും അതെ. എന്റെ മക്കളും പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. മകൾ ടീച്ചറാണ്. ഇളയാള് മൂത്താള് ജോലിയില്ല. മൂത്തത് മകനാണ്. പിന്നെ മൂത്ത മകള് മകനയിലും നേരെയുള്ളത് ഒരു മോളുണ്ട്. അവള് നാട്ടിൽ തന്നെ ഉണ്ട്. അവര് സൗദിയിലായിരുന്നു. ഇളയാളും പുറത്തായിരുന്നു. ഇപ്പൊ കുറച്ച് ആളായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പൊ അവള് ടീച്ചറായിട്ട് കയറിയിട്ടുണ്ട്. സാധാരണ പാരന്റ്സ് ഒന്നും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാവില്ലേ? എന്നുവെച്ചാൽ കരിയർ ഇത്രയും ബ്രേക്കായി പിന്നെ പഠിക്കാൻ പോവുക, അല്ലെ 2 കുട്ടികളൊക്കെ ഇനി അവിടെ അടങ്ങിയിരുന്നോ, വീട്ടിലേക്ക് ഇരുന്നോന്നാണ്. പ്രശ്നമില്ല, പിള്ളേര് പഠിക്കണം. ഞാൻ ചെറുപ്പത്തിൽ മുതൽ തന്നെ എൻ്റെ മക്കളെ പഠിപ്പിച്ച് ഒരു ലെവലിൽ എത്തിക്കാൻ വേണ്ടി കുറെ പാടുപെട്ട ആളാണ്. പിന്നെ എൻ്റെ വന്ന മക്കള് അങ്ങനെ തന്നെ. എനിക്ക് പഠിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ ഇക്കാക്കും അതെ, ഹസ്ബൻഡിനും അതെ. പഠിക്കാൻ പറഞ്ഞയക്കുന്നത് ഇഷ്ടമാണ്. കൊണ്ടുവന്നാക്കി കൊടുക്കും, കൊണ്ടുവരും. അവരെ പിന്നിൽ ഞങ്ങൾ ഉണ്ടാവും. എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. എവിടെയാണ്? വിദേശത്താ? അല്ലല്ല, നാട്ടിൽ തന്നെ ഉണ്ട്. ഞങ്ങക്ക് കൊടുങ്ങല്ലൊരു കടയായിരുന്നു. നേരത്തെ തന്നെ ഇപ്പൊ നമ്മള് ഇക്കയാണ് നോക്കുന്നത് അല്ലേ? ഇക്ക അപ്പൊ മോൻ ആണ് കടയില്. ഇക്കാക്ക് ഇപ്പൊ 68 വയസ്സായി. അപ്പൊ പിന്നെ മോൻ നോക്കണ അവരാ ഫാമിലി ഇതൊക്കെ സന്തോഷമായിട്ട് സമാധാനത്തോടുകൂടി കൊള്ളാം. മക്കള് പഠിക്കുന്ന കാര്യത്തില് ഒട്ടും പിന്നോട്ടില്ല. പിള്ളേര് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മ അവർക്ക് സപ്പോർട്ട് ചെയ്യണം. അതല്ലേ നമുക്ക് ദൈവം സഹായിച്ച് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. അത് നിലനിർത്തിയിട്ട് ജോലിയും ചെയ്ത് നല്ല ഇത് തന്നെ മുന്നോട്ട് പോട്ടെ. കുഴപ്പമില്ലാണ്ട് ഇതുവരെ. ഓക്കെ. അല്ല എന്നാലും മക്കള് വീട്ടിലില്ലാണ്ടാവുമ്പോ നിങ്ങളെ സപ്പോർട്ടിന് കാര്യങ്ങൾക്ക് അങ്ങനെ മരുമക്കള് കൂടെ ഇല്ലാഞ്ഞാല് മരുമക്കളും മക്കളും അങ്ങനെ ഒരു വ്യത്യാസമില്ല, ഒരു കാറ്റഗറി ഇല്ല. അങ്ങനെ പറയാൻ പാടില്ല. സോറി. ഓക്കെ. നമ്മളെ മക്കളാണ്. എനിക്ക് 3 മക്കളല്ല, 6 മക്കള്. 6 മക്കളും 7 പേരക്കുട്ടികളും. ഓ ഷോ. ഇനി നമുക്ക് ഉമ്മാനെ കൂടി കുറച്ച് കോടിയും പഠിപ്പിക്കണല്ലോ നമുക്ക്. നമ്മളെ ചാനലിലെ കാണാറുണ്ടാ? കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ട്. കാണിച്ചു തന്നിട്ടുണ്ടല്ലേ? ഇനി ഇടയ്ക്കിടയ്ക്ക് കാണണം കേട്ടോ. പ്രോട്ടോടൈപ്പിന് വീഡിയോ എടുത്ത് കാണണം. ഈ ഇന്റർവ്യൂ റിലീസ് ചെയ്ത് എന്തായാലും കാണണം. കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് കാണണം. ഇനി
കാണാറുണ്ടോ ഇതൊക്കെ? ഷെയർ ചെയ്യാം. ആ ശരി, വാട്സാപ്പിലൊക്കെ ഉണ്ടല്ലോ എല്ലാ ഗ്രൂപ്പുകളിലും. ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാവരും ഉണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ പാരന്റ്സ് എല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും കുടുംബക്കാരുടെ ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ആ സമയത്ത് പഠിക്കാൻ അമ്മ പോവാന്നൊക്കെ പറയണത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമായിരുന്നു? ആദ്യത്തെ ഒരു മാസമൊക്കെ ഭയങ്കര ടെസ്റ്റായിരുന്നു. പിന്നെ എല്ലാ ദിവസവും വീഡിയോ കോളൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് പോയി. പൈസ നോക്കല് നിന്റെ ചുമതലയാ? ഉമ്മ പോയപ്പോ ടൈം ടേബിൾ ഒക്കെ എടുത്തു വെക്കണം, പിന്നെ പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ട്യൂഷൻ അറേഞ്ച് ചെയ്തപ്പോ കുഴപ്പമില്ല. കൊള്ളാം. അപ്പോൾ എന്തായാലും അടുത്ത ജമ്പിങ് ഒരു 1 lakhന് പുറത്തുള്ള വലിയ ജമ്പിങ് ആണോ? അത് കിഡിൽ അടുത്തൊരു നല്ല ഓഫറുമായിട്ട് അതെടുത്തിട്ട് നമുക്ക് അടുത്തൊരു ഇൻ്റർവ്യൂ പോസ്റ്റ് ചെയ്യാണ്ട്. ഇനി പറയേണ്ടത് എന്നോടല്ല, ഇനി പറയേണ്ടത് നമുക്ക്, അതായത് ഇതുപോലെ കരിയർ ബ്രേക്കായിട്ട് ഫാമിലി എക്സ്ക്യൂസസ് പറഞ്ഞിട്ട്, അതായത് പലർക്കും ചാൻസ് ഉണ്ട്, സമയമുണ്ട്, പലർക്കും സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവരുണ്ട്, പലർക്കും സാമ്പത്തികം ഓക്കെയാണ്, എന്നിട്ടും കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റാത്ത, അതായത് മാറിയെന്നോ അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും കിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നടക്കില്ല. അപ്പം പഠിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ട്, അങ്ങനെ ഒരു ഗോള് നമ്മളെടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള വഴി ഏതെങ്കിലും വിധത്തിൽ കിട്ടും. ഇപ്പോൾ ഈ ബ്രോ ക്യാമ്പ് തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒത്തിരി സമയം വെറുതെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ ഓരോ കോഴ്സ് ചേർന്ന് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ശരിക്കും നമുക്കൊരു പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ജോബായിരിക്കും, അതിന് വേണ്ടിയിട്ടായിരിക്കും പഠിക്കണം. ചിലവർ ചുമ്മാ നമ്മൾ ഡിഗ്രീസിന് എടുക്കാൻ വേണ്ടി പഠിക്കുന്നവരുണ്ടാവും. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ജോബ് ഡ്രീം കണ്ടിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അവർ ഇതുപോലൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ജോബിലേക്ക് കയറാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ മാക്സിമം വീട്ടിലാണ് ഇപ്പോൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും വീട്ടിലിപ്പോൾ ഫംഗ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അതൊന്നും മാറിക്കാറില്ല. അതൊക്കെ ഓക്കെ, അതിൻ്റെ കൂടെ പോയിട്ട് എൻ്റെ ഉറക്കം ഞാൻ അങ്ങനെ രാത്രി ആ ഒരു ഉറക്കത്തിനെ കോംപ്രമൈസ് ചെയ്തിട്ട് ഞാൻ പഠിക്കും. അങ്ങനെ കൂടുതലും പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കണം എന്നുള്ളൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ MCA പോയപ്പോൾ തന്നെ ഞാൻ ഫ്രീ ആയിട്ടുള്ള, അതായത് അധികം സ്ട്രിക്റ്റ് ഇല്ലാത്ത സെൻറ്റർ എടുത്തില്ല. തൃശ്ശൂരാണ് പഠിച്ചത്. അവിടെ നല്ല സ്ട്രിക്റ്റാണ്, ബുക്സ് ഇല്ലെങ്കിൽ നമുക്ക് പുറത്തേക്കണം, അത്രയും ഒരു സ്കൂൾ സിസ്റ്റം പോലെ. അപ്പോൾ അവിടെ തന്നെ ഞാനെടുത്ത്, അപ്പം അത്രയും എഫേർട്ട് എടുത്തിട്ട് പഠിച്ചപ്പോൾ നമുക്കത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇവിടെ ആണെങ്കിലും കുറച്ച് ഫ്രീ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വീട്ടിൽ പോവാതെ അതും ഇവിടുത്തെ ആ ഒരു എല്ലാം കൂടെ വന്നപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. 6 മാസം കൊണ്ട് കരിയർ സെറ്റ് ആയില്ല. 6 മാസം ആയില്ല, 4.5 മാസം ആയപ്പോൾ തന്നെ രക്ഷപ്പെട്ട് കയറിയില്ലേ? അപ്പോൾ നമുക്കൊരാഗ്രഹമുണ്ട്, അത് ശരിക്കും അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നടക്കും. അപ്പം അങ്ങനെ സ്വപ്നങ്ങളുള്ളവർ മുന്നോട്ട് വന്നിട്ട് അവരുടെ ഡ്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി, പിന്നെ അവർക്ക് ഫാമിലി സപ്പോർട്ടും, നമ്മളുടെ ഡ്രീംസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മളെ കൂടെ നിൽക്കും. നമ്മൾ പഠിക്കാൻ പോയി കറക്റ്റ് പഠിക്കുക, കാര്യങ്ങൾ ചെയ്യുക, ആ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി താനേ നമ്മുടെ കൂടെ സപ്പോർട്ട്. ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്ത് കാണിക്കണം നമ്മൾ, അതും കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന പോലെ ചുമ്മാ പഠിക്കണം നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഫാമിലീസ് കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കണ്ടിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും ഇൻസ്പിറേഷൻ കൊണ്ടുവരട്ടെ. വെച്ചാൽ ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ തന്നെ ഒരുപാട് പേർക്ക് തയ്യാറെടുക്കാനുള്ളൊരു മനോഭാവം വരും. വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോഴേ പലർക്കും ഒരു സപ്പോർട്ടായി മാറും. അപ്പോൾ ഒരുപാട് പേര് കരിയർ പുതിയതായിട്ട് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കടന്നു വരട്ടെ. അടുത്ത വലിയ ജമ്പിങ് നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് നിഖിൽ സാറിനും ഫൈസൽ സാറിനുമാണ്. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ നമുക്കായിട്ട് ഓപ്പൺ ചെയ്ത് തന്നു. പിന്നെ അതുപോലെ തന്നെ ആ വർക്ക്ഷോപ്പ്, അതെനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ അതൊരു വലിയ നമുക്ക് പിന്നീടുള്ള ആ ഒരു 6 മാസത്തേക്ക് ഇഷ്ടപ്പെട്ട മൊഡ്യൂൾ ഏതായിരുന്നു? ലാസ്റ്റ് പാഷൻ കണ്ടുപിടിക്കുന്ന, ഗോൾ സെറ്റ് ചെയ്യുന്ന, പിന്നെ നമ്മൾ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം സാറ് പറഞ്ഞല്ലോ, ഒരു തമാശയായിട്ട് പറഞ്ഞതാണ്, എല്ലാവരും ഫോൺ എടുത്തിട്ട് ഫാമിലി. അപ്പം ആ സംഭവം ഞാനിങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ സാറ് വന്നിട്ട് ചോദിച്ചു എന്താ അത് ചെയ്യുന്നില്ലേ ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അത് നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് കംഫർട്ട് സോണിൽ നിന്ന് മാറി നിൽക്കുന്ന, അതെനിക്ക് ശരിക്കും ആ ഒരു തോട്ട് എൻ്റെ മൈൻഡിലില്ലായിരുന്നു. കാരണം എപ്പോഴും നമ്മൾ കംഫർട്ട് സോണിൽ, ശരിക്കും പറഞ്ഞാൽ കംഫർട്ട് സോണിൽ നമുക്ക് അത്രയും അങ്ങോട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. പക്ഷെ ആ ഒരു
ഇതൊക്കെ മാറിയത്, ആ തോട്ടൊക്കെ മാറി നമ്മളിതിൽ സെറ്റായത് ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ ബേസിലാണ്. ഈ പറഞ്ഞ കാര്യം പലർക്കും മനസ്സിലാവില്ല. നമുക്ക് ഈ കാര്യം ഇപ്പം വെളിപ്പെടുത്താനും പറ്റില്ല. അതെന്തായാലും ബ്രോക്യാമിൽ വരുന്ന വർക്ക്ഷോപ്പിലുള്ള ആൾക്കാർക്ക് മാത്രം മനസ്സിലാവേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്തായാലും അതിൽ അവസാനിപ്പിക്കാമല്ലോ നമുക്ക്. താങ്ക് യു സർ. Ha ha ha!